ഹലോ ഗൈസ്, കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും വീടിനെ സ്നേഹിക്കുന്നവർക്ക്, വീട് നല്ല കെയറായിട്ട് വെച്ചിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതെൻ്റെ വീടാണ്, വീടിൻ്റെ അടുക്കള ഭാഗം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് നീതു എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് ഈ ജനൽപ്പാളിയിൽ ചെതലേറി മൊത്തം നശിപ്പിച്ച് താഴെത്തു. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, സാധാരണ മൺചവര് കെട്ടിയ വീട്ടിലാണ് ചെതലിങ്ങനെ കയറുന്നത്, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചെതൽ വരാൻ സാധ്യത കുറവാണ്. ഇത് തടി മഹാഗണിയാണ്, മഹാഗണിയല്ല, ഇത് അർക്കേഷ്യയാണ്. അപ്പോൾ ഇത് ചെതലങ്ങനെ കയറിയെന്ന് ഒരു ഡൗട്ട്. അപ്പോൾ ഡൗട്ടല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത് പറയും അങ്ങനെ ചെതലങ്ങനെ കയറില്ല, കാരണം ഈ മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ചെതൽ കയറത്തുള്ളൂ. പിന്നീടാണ് സംഭവം കൊണ്ട് തറയിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഉണ്ട്, കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും മണ്ണുണ്ട്. മണ്ണിൻ്റെ ആ PVC പൈപ്പിൻ്റെ ഇടയിലൂടെ ചെതലിങ്ങനെ കൂട് വെച്ച് കയറി കയറി അതിൻ്റെ ആ ഒരു കലാപരമായിട്ടുള്ള സംഭവം ഒരു പ്രത്യേക ഇതാണ്. അത് കയറി വന്നിരിക്കുന്നത് എന്തായാലും കണ്ടുപിടിച്ച് ഒരു ചെതൽ വന്ന് കണ്ടുപിടിച്ചിട്ട് ആയിരിക്കുമല്ലോ ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ജനൽപ്പാളി, ഒരു മരം ഇവിടെ നിൽപ്പുണ്ട്, നമുക്കുള്ള ആഹാരം ഇവിടെ നിൽപ്പുണ്ട്, അപ്പോൾ അതിനെ എങ്ങനെ നശിപ്പിക്കാം, അതിലെങ്ങനെ നമുക്ക് കഴിക്കാം എന്നുള്ള സംഭവത്തിൽ അത് വഴിയുണ്ടാക്കി സ്വന്തമായി വഴി വെട്ടി വന്നിരിക്കുന്ന അതൊരു പ്രത്യേക കാഴ്ചയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വന്ന ജനൽപ്പാളി ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ടുണ്ടായിരുന്നു കൂട്, ഞെട്ടമര കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് തുറന്നപ്പോൾ കുറച്ച് പൊളിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, അതൊരു ചെതിൽ വന്ന് നോക്കിയിട്ട് പോവുകയാണ്. ഞങ്ങളുടെ കൂട് നശിച്ചു പോയല്ലോ, അയ്യോ ഇതാരും നശിപ്പിച്ച്, ഇനി ഒന്നേന്ന് ഉണ്ടാക്കണമല്ലോ. ഇതിനകത്തൂടെ, ഈ തുരങ്കം പോലെ ഇതിനകത്തൂടെയാണ് വരുന്നത്. അന്ന് ഫസ്റ്റ് ഇരുന്നത് അത് കാണേണ്ട കാഴ്ചയായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞു പോയി. ഞാനിങ്ങനെ തുറന്ന സമയത്ത് പൊളിഞ്ഞു പോയി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെതലിപ്പം അതിനകത്ത് കയറി പോകുന്നുണ്ട്. പോയിട്ട് കൂട് പൊളിഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയാണ് ചെതലിന്. ഞാൻ നോക്കിയപ്പോൾ ഇത് മൊത്തം നശിപ്പിച്ചല്ല, ഇനി ഇതിനെങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാം, അത് മാത്രമല്ല ചെതലിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഇതിനകത്ത് മൊത്തം ഇരിപ്പുണ്ട്, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ചെതൽ അങ്ങനെ ഇരുന്ന്. ഇപ്പോൾ ഇത് ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നുവെങ്കിൽ ഏകദേശം മൊത്തം തീർക്കുമായിരുന്നു. വന്നിരിക്കുന്നുണ്ടോ താഴത്തെ ഭാഗത്ത് നിന്ന്, താഴെ തന്നെ കൂട് വെച്ച് ഇവിടെ കയറി അങ്ങനെയാണ് ഈ നശിപ്പിക്കുന്നത് മരത്തിന്. ഇപ്പോൾ നമ്മൾ അടുക്കള ഭാഗമായതുകൊണ്ട് അധികം ഇവിടെ ആരും ഇങ്ങോട്ടൊന്നും അധികം വന്ന് നോക്കില്ല. ഈ അടിച്ചു വരാനൊക്കെ സമയത്ത് തൂത്തുകൊണ്ട് പോകുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. ഈ PVC പൈപ്പിൻ്റെ, പ്ലംബിങ്ങിൻ്റെ അതിൻ്റെ ഇടയിലൂടെ കൂട് വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഞങ്ങൾ ആശാരിപ്പണിയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇവിടെ ബാക്ക് മൊത്തം മണ്ണാണ്, എന്ന് പറഞ്ഞാൽ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ടാണ്, റോഡ് മട്ട ഇടിച്ച് താഴ്ത്തിയിട്ടാണ് വീട് വെച്ചത്. അപ്പോൾ ഇനി ആ ചെതലിനെ എന്തായാലും നശിപ്പിക്കണം. അങ്ങനെ ഞാൻ കടയിൽ പോയി ഒരു ടെർമിനേറ്റർ എന്തായാലും വാങ്ങിച്ചു. ഇപ്പോൾ ടെർമിനേറ്റർ എങ്ങനെയാണ്, കൊള്ളാമോ, സംഭവം സക്സസ് ആവുമെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ടെർമിനേറ്റർ അടിക്കണമെന്ന് പരസ്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചെതൽ ചാവുമോ ഇല്ലേ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ ചെതലെടുത്ത ഭാഗം. എന്തായാലും ഞാൻ അതിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സംഭവം ചെതലൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്, എന്തായാലും സ്പ്രേ ചെയ്ത് നോക്കാം. സംഭവം സ്പ്രേ ചെയ്തു. ചെതലിനൊന്നും ഇപ്പോൾ പുറത്ത് കാണാനില്ല, ഉള്ളിലൊന്നും കാണുന്നില്ല. ഇത് മിക്കവാറും ഉള്ളിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവുണ്ട്. നല്ലതുപോലെ എന്തായാലും സ്പ്രേ ചെയ്തു. ഇനി എന്തായാലും ഈ ചെതൽ ചാവുമോ എന്നുള്ളത് നമുക്ക് ഇവിടെ സ്പ്രേ ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് ചെതൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ചെതൽ മരിച്ച് വീഴുന്നു ഗൈസ്, മരിച്ച് വീഴുന്നു. സംഭവം കൊള്ളാം, പ്രവർത്തിക്കുന്നുണ്ട്, ടെർമിനേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ടെർമിനേറ്റർ അടിക്കുന്ന സമയത്ത് മൂക്ക് മാസ്ക് എന്തെങ്കിലും വെച്ച് ക്ലോസ് ചെയ്തോണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ ടെർമിനേറ്റർ ഇപ്പം നേരത്തെ അടിച്ചിരുന്ന പ്രയോജനം ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് അടിച്ചു കഴിഞ്ഞാൽ പ്രയോജനമാണ്. എന്തായാലും ചെതൽ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ഇരുന്ന ചെതലെല്ലാം ചത്തുപോയിട്ടുണ്ട്. അതിന് ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ ആ ചെതൽപ്പിട്ടിനെയൊക്കെ ഒന്ന് താഴ്ത്തിട്ടിട്ട് ഇതിൻ്റെ താഴെ അടിഭാഗത്ത് കുറേ ജീവനോടെയുള്ള ചെതലുകളുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ ചാവുമോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ തറയിൽ കണ്ടോ ഗൈസ്, ചെതലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലൂടെ ഒന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ടിപ്സായിട്ടൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.
താങ്ക് യു.